ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സൂറത്തു ഹജ്ജിലെ 16-ാമത്തെ ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. 15 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 16-ാമത്തെ ആയത്ത് ആദ്യങ്ങളൊന്ന് കേൾക്കുക. وَكَذَلِكَ أَنزَلْنَاهُ آيَاتٍ بَيِّنَاتٍ وَأَنَّ اللَّهَ يَهْدِي مَن يُرِيدُ. أعوذ بالله من الشيطان الرجيم. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. അതിലെ തജ്വീദ് നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. അൻസൽനാഹു അല്ലേ, സാക്കിനായ നൂന് മണിച്ചുകൊണ്ട് ഓതണം. പിന്നെ ആയാത്യം ബയ്യിന, അവിടെ ഒരു മീമുണ്ട്, ഇഖ്ലാബിൻ്റെ മീമാണ്. അതായത് മീമാക്കി മണിച്ച് മറിച്ച് ഓതേണ്ട മീമ്. പിന്നെ ബയ്യിനാത്തിം വ ഉണ്ടോ, അവിടെയും എന്ത് ചെയ്യണം, ബയ്യിനാത്തിൻ എന്നുള്ളിടത്തും മണിക്കണം. പിന്നെ വ അന്നല്ലാഹ യഹ്ദി മൻ യുരീദ്, അവിടെ എന്താ നിയമം, മൈ എന്നുള്ളതല്ലേ, നൂനിനെ മണിക്കണം. പിന്നെ യായിലേക്ക് ലയിപ്പിച്ചിട്ട് മണിച്ചു തോന്നണം. യുരീദിൻ്റെ നിയമം പറഞ്ഞില്ല. എന്താ യുരീദിൻ്റെ നിയമം? കുത്തുബ് ജദ്, അതന്നെയാണ്. അതായത് കുത്തുബ് ജദ്ദിൻ്റെ അക്ഷരങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ ആ അക്ഷരത്തെ ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. എന്ന് പറഞ്ഞാൽ യുരീദ് എന്നല്ല, യുരീദ് എന്ന് തന്നെ ദാലിനെ ഉച്ചരിക്കണം. അതേ ഉള്ളൂ. എന്നാ നോക്ക്, വകദാലിക, അപ്രകാരം. മുമ്പ് പറഞ്ഞ ആയത്തിലേക്ക് ചേർത്തിട്ട് തന്നെയാണ് ഇതും പറയുന്നത്. വകദാലിക, അപ്രകാരം. അൻസൽനാഹു, ഇതിനെ നാം ഇറക്കിയിരിക്കുന്നു. ആ ഹു എന്നുള്ള ലമീർ എടുക്കാൻ പോണേ, ആ ഖുർആനിലേക്ക്. മനസ്സിലായോ? അൻസല എന്നുള്ളതാണ് മാലി. മുലാരി എന്താ? യുൻസിലു. നസല യൻസിലു എന്നാണ് കേട്ടോ. നസല അതിൻ്റെ മസ്ദറായ മാലി, നസല. യുനസ്സലുന്ന് ഉണ്ട്, നസ്സല യുനസ്സലു മുലാരിയിലാണ്. എല്ലാ അർത്ഥവും ഒന്ന് തന്നെയാണ്. വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു. മാലിയിൽ കഴിഞ്ഞു പോയതാണ്, മുലാരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്, യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നാണ്. അതേപോലെ നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, യൻസിലു ഇറങ്ങുന്നു. യൻസിലു റബ്ബുന തബാറക വ തആല അല്ലേ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ല, അള്ളാഹു ഇറങ്ങി വരും. അതാണ് മുമ്പത്തെ ആയത്തേക്ക് പോകണമെന്ന് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, തൊട്ട് മുമ്പത്തെ ആയത്തില്ലേ. അതെന്താ? മൻകാന യളുന്നു അല്ലൈ യൻസുറുഹുല്ലാഹു ഫിദ്ദുന്യാ വല്ലാഖിറ ഫൽയംദുദ് ബിസബബിൻ ഇലസ്സമായി സുമ്മൽ യഖ്തഅ ഫൽയൻദുർ ഹൽ യുദ്ഹിബന്ന കൈദഹു മാ യഈൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. എന്താ പറഞ്ഞത്? ഇഹലോകത്തും പരലോകത്തും
അദ്ദേഹത്തെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുന്നതേ അല്ല എന്ന് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ, അതെ, ആകാശത്തേക്ക് ഒരു കയറ് നീട്ടിയിട്ടിട്ട് നബിക്ക് കിട്ടുന്ന സഹായം വിച്ഛേദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞില്ലേ? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അള്ളാഹുവിൽ നിന്നൊരു സഹായം കിട്ടുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തോന്നിയതുപോലെ സംസാരിക്കുന്ന വ്യക്തിത്വമാണ് എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്തിരുന്നത്? വിശുദ്ധ ഖുർആനുമായി കടന്നു വന്നപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ അള്ളാഹു വെല്ലുവിളിക്കണവരെ. മനസ്സിലായിട്ടുണ്ടോ? അതാണ് 15-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം. വക്കദാലിക, അപ്രകാരം തന്നെ. ആദ്യം പറഞ്ഞ അതേ വിഷയം തന്നെ വീണ്ടും പറയാം. വക്കദാലിക, അപ്രകാരം തന്നെ. മറ്റൊരു വിഷയം എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. വകദാലിക, അപ്രകാരം തന്നെ. അൻസൽനാഹു, ഇതിനെ നാം ഇറക്കിയിരിക്കുന്നു. ഏതിനെ? ഖുർആനിനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആ ഖുർആനിനെ. ആയാത്തിൻ, എന്തായിട്ട്? ദൃഷ്ടാന്തമായിട്ട്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായ നിലക്ക്. ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നാം അതിനെ ഇറക്കിയിരിക്കുന്നു. വ അന്നല്ലാഹ, അവിടെ അർത്ഥം പൂർത്തിയായതുണ്ടല്ലോ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിർത്തിയത്. അള്ളാഹു ഖുർആനിനെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്തിരിക്കുന്നു? അവതരിപ്പിച്ചിരിക്കുന്നു. വ അന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു, യഹ്ദീ, അവൻ സന്മാർഗത്തിലാക്കുന്നു, അല്ലെങ്കിൽ മാർഗദർശനം കാണിക്കുന്നു. മൻ യുരീദ്, ആരെ? അവൻ ഉദ്ദേശിക്കുന്നവരെ. മനസ്സിലായോ? വകദാലിക അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്തിൻ വ അന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്. അപ്രകാരം തന്നെ നാം ആകുന്നു ഇതിനെ ഇറക്കിയിരിക്കുന്നത്, അതായത് ഖുർആനിനെ. എങ്ങനെ? ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട്, അല്ലെങ്കിൽ വ്യക്തമായ ലക്ഷ്യവുമായി. അതുകൊണ്ട് തന്നെ വ അന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു യഹ്ദീ മൻ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് എന്ത് ചെയ്യുക? സന്മാർഗത്തിലാക്കുക, ഹിദായത്തിലാക്കുക. അത് വല്ലാത്തൊരു പ്രയോഗ. പടച്ചോന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ എന്താവുള്ളൂ? ഹിദായത്ത് കിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വിചാരിച്ചിട്ട് കിട്ടിയിട്ടില്ല അല്ലേ? റസൂലുള്ളാഹ്ക്ക് വിശ്വാസിയായിട്ടില്ല എന്നിട്ട് പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്ത മൂത്താപ്പ. ആ മൂത്താപ്പ മരിച്ചപ്പോഴേ പ്രവാചകന് വല്ലാത്ത സങ്കടം വന്നു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു മൂത്താപ്പയോട്, എന്ത്? ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂത്താപ്പങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂന്ന്. പക്ഷേ പറയാൻ മൂത്താപ്പാക്ക് കഴിഞ്ഞിട്ടില്ല. പ്രവാചകന് വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയെന്നുള്ള ചരിത്രത്തിൽ കാണാം. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, പ്രവാചകരെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്കാക്കാൻ താങ്കൾക്ക് കഴിയില്ല. അള്ളാന്റെ റസൂലിന് പോലും എന്ത് ചെയ്യൂല? ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. ഹിദായത്ത് എവിടെ നിന്നുള്ളതാണ്? അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് പടച്ച റബ്ബ് മാത്രം നൽകുന്നതാണ്. അതാണ് വ അന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു, നിശ്ചയമായിട്ടും അള്ളാഹു തന്നെയാണെന്ത്? യഹ്ദീ, സന്മാർഗം നൽകുന്നവൻ, അല്ലെങ്കിൽ മാർഗദർശനം നൽകുന്നവൻ. മൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അതുകൊണ്ട് ആരെങ്കിലും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കെയർ ഓഫിൽ ഒരാൾക്കും പരലോകത്ത് എന്ത് ചെയ്യാൻ പറ്റൂല? രക്ഷപ്പെടാൻ കഴിയില്ല അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, ഹുദ കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം? അതാർക്കേ കിട്ടുള്ളൂ? സൂറത്തുൽ ബഖറയിലുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആർക്കാ? മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക? ഹുദ കിട്ടുക. മനസ്സിലായോ?
മുത്തഖീങ്ങൾക്കാണ് ഹുദ കിട്ടുക. അതും എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? ദാലിക്കൽ കിതാബ്, ആ വേദഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയം വേണ്ടാൻ. അല്ലേ? വിശുദ്ധ ഖുർആനുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ആ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്നാണ്. ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത കേവലമായ ഒട്ടകത്തിൻ്റെ കയറ് മാത്രം പിടിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ജാഹിലിയ സമൂഹത്തിലേക്കാണ് റസൂലുള്ള ഖുർആനുമായിട്ട് കടന്നു ചെല്ലുന്നത്. മദ്യത്തിലും വ്യഭിചാരത്തിലും ചൂതാട്ടത്തിലും എല്ലാ തിന്മകളിലും ജീവിതം കഴിച്ചു കൂട്ടിയിരുന്ന, യുദ്ധത്തിൽ നിസാരമായ കാര്യങ്ങൾക്ക് പോലും മാസങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന, അറിവില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സമൂഹമായിരുന്നു ഏത്? ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി കടന്നു വരുന്നത്. അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പറയുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. എന്താ പറഞ്ഞേ? ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ വഴികേടിലായിരുന്നു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് ആ സമുദായത്തെക്കുറിച്ച്. അത്രയും തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും വിവേകമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സമുദായത്തിലേക്കാണ് ഖുർആനുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആ ആളുകൾ ഖുർആന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ പല രൂപത്തിലും സ്വീകരിച്ചവരുണ്ട് എന്നാ. അല്ലേ? മുഹമ്മദിൻ്റെ വചനങ്ങളാണെന്ന്, മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ടത്. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്തു? അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച അല്ലാഹുന. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. കണ്ടോ? വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുന്ന ആരാ? അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. ആ പ്രവാചകനാണ് എന്ത് ചെയ്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? തൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ വിശദീകരിച്ചിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, കണ്ടെത്തിയതും കണ്ടെത്താനിരിക്കുന്നതുമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മനസ്സിലായിണ്ടോ? അപ്പോൾ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി കൊണ്ടുവന്നത് അത് വ്യക്തമായ ഒരു എന്താണ്? സ്പഷ്ടമായൊരു തെളിവാണ്. അത് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആ ഖുർആനിൻ്റെ അവതരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യം സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? ആ സ്വീകരിക്കാൻ എന്തു വേണം? അള്ളാൻ്റെ തൗഫീക്ക് വേണം, അള്ളാൻ്റെ ഹിദായത്ത് കിട്ടണം, അള്ളാഹുവിൽ നിന്ന് ഹുദ കിട്ടണം. ആ ഹുദയാണ് ആ പറഞ്ഞത്. കാരണം ഹുദ നൽകുന്നവനാരാ? അള്ളാഹുവാണ്. പടച്ച റബ്ബാണ് ഹുദ നൽകുന്നവൻ. മുത്തഖീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്. ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. അതിന് മുത്തഖിയാവണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുത്തഖീങ്ങളുടെ അടയാളാണ് ഖുർആനിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാകുന്നു. വയുഖീമൂന സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുന്നവരാണ്.
വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പടച്ച റബ്ബ് കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഈ 3 അടയാളം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് പിന്നെ കുറിച്ചെല്ലാം ഉണ്ടോ? തോന്നുന്നുണ്ടോ? കാരണം എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് ചിലപ്പോൾ ഉണ്ടാവും അല്ലേ, യുഖീമൂന സ്വലാത്ത് ഉണ്ടാവും. പടച്ചോൻ തന്നേന്ന് കൊടുക്കാൻ കുറച്ച് മടി ഉണ്ടാവും അല്ലേ. അള്ളയാണ് നമുക്ക് തന്നത് എന്നുള്ള ബോധം നമുക്കൊക്കെ ഉണ്ടാവണം. അതിന് കണ്ടറിഞ്ഞ് കൊടുക്കാൻ കഴിയണം. അത് മുത്തഖിൻ്റെ തഖ്വയുള്ളവൻ്റെ അടയാളമാണ് നാം. അത് മാത്രമല്ല പിന്നെന്താ പറഞ്ഞറിയോ? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. എന്താ പറഞ്ഞത്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചവനാകുന്നു മുത്തഖി. അതായത് വിശുദ്ധ ഖുർആൻ വിശ്വസിച്ചവരാണ് മുത്തഖിയായ മനുഷ്യൻ. പിന്നെയോ നബിക്ക് അവതരിപ്പിച്ചതിൽ മാത്രമല്ല, വമാ ഉൻസില മിൻ ഖബ്ലിക, നബിക്ക് മുമ്പ് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചവനാണ് അവൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ ഒരു സംശയവുമില്ലാതെ ദൃഢമായി വിശ്വസിച്ചവരാണ് ആര്? മുത്തഖീങ്ങൾ. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു കാര്യം ആയത്തുണ്ട്, അതും കൂടി പറയാനാണ് ഞാൻ അത് പറഞ്ഞ്. എന്താ പറഞ്ഞത്? ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക, ഇക്കൂട്ടരാകുന്നു, അലാ ഹുദം മിർ റബ്ബിഹിം, ഈ കൂട്ടർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഹുദ ലഭിക്കുക. ഇക്കൂട്ടർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ഹുദ ലഭിക്കുക. ആർക്ക്? ഇപ്പറഞ്ഞോൽക്ക്, ഇപ്പറഞ്ഞ മുത്തഖീങ്ങൾക്ക്. ആ മുത്തഖീങ്ങളുടെ അടയാളമാണ് ഖുർആൻ പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് മുത്തഖീങ്ങളുടെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമിൻ്റെ അടയാളം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനിൻ്റെ അടയാളം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാ. മുത്തഖീങ്ങളുടെ അടയാളം, അതായത് മുത്തഖിയായ ഒരു മനുഷ്യന് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ മേൽ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഹുദ കൊടുക്കുന്നു, ഹിദായത്ത് നൽകിയവരാണ് അവർ. എന്നിട്ടോ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയിച്ചവരും, ആ കൂട്ടർ തന്നെയാണ് വിജയിച്ചവരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുത്തഖീങ്ങളാവണം. മുത്തഖീങ്ങൾക്ക് പടച്ച റബ്ബിൽ നിന്ന് കിട്ടിയതാണ് എന്ത്? അള്ളാഹുവിൻ്റെ ഹുദ. അത് കിട്ടാൻ എന്തു വേണം? മുത്തഖിയാവണം. മനസ്സിലാണ്ടോ? മുത്തഖീങ്ങൾക്കേ അത് കിട്ടുള്ളൂ. അള്ളാഹുവിൽ നിന്ന് ഹുദ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെയും സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതെ അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഒരു സമുദായം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നുണ്ട്. അന്ന് മാത്രമല്ല, ഇന്നുണ്ട്. സുന്നത്തിനെ മാത്രമല്ല, ഖുർആനിനെ പോലും അവഗണിക്കുന്നവർ. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ വെല്ലുവിളിച്ച്. എന്താ ഖുർആൻ വെല്ലുവിളിച്ച്? വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ. ഖുർആന്റെ വെല്ലുവിളിയാണ്. അന്ന് വെല്ലുവിളിച്ചതാ, അത് ഇന്നുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെയുണ്ട്. പക്ഷേ ഒരു സൂറത്ത് പോയിട്ട് ഒരായത്ത് പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. പടച്ച റബ്ബിൽ നിന്ന് മാത്രമാണ് ഹിദായത്ത് കിട്ടുക എന്നും ഹിദായത്ത് നൽകുന്നവൻ അള്ളയാണെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമായിട്ട് പറയണം. അതെല്ലാവർക്കും അള്ള കൊടുക്കൂല. ഹിദായത്ത് എന്ത് ചെയ്യൂല? എല്ലാവർക്കും അള്ള കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ ആർക്ക് കിട്ടേണ്ടിയിരുന്നു?
പ്രവാചകന്റെ മൂത്താപ്പാക്ക് കിട്ടേണ്ടിയിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് കിട്ടേണ്ടിയിരുന്നു, കിട്ടിയിട്ടില്ല. നൂഹ് നബിന്റെ ഭാര്യക്ക് കിട്ടേണ്ടിയിരുന്നു, ലൂത്ത് നബിയുടെ ഭാര്യക്ക് കിട്ടേണ്ടിയിരുന്നു, ഫിർഔനിന് കിട്ടേണ്ടിയിരുന്നു. ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവണം. അതിനെന്തു വേണം? പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ? പടച്ച റബ്ബേ, ഹിദായത്ത് കിട്ടിയതിന് ശേഷം നീ എന്നെ നിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയല്ല നാഥ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലേ? ഏതാണ് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ? റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ? എവിടെ അല്ലേ? അതൊക്കെ അങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ കേട്ടുപോവുക എന്നതല്ലാതെ പ്രാർത്ഥന നമ്മളിൽ പല ആളുകൾക്കും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടി നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് എണീച്ച് വേഗം എണീച്ചു പോവും. എത്രങ്ങാനും ആൾക്കാർ അങ്ങനെ എണീച്ചു പോകുന്നു. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് ഏത്? ഫർള് നിസ്കാരത്തിന് ശേഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് സുബ്ഹാനല്ലാഹ് 33 വട്ടം പറയാൻ സമയമല്ല, അൽഹംദുലില്ലാഹ് 33 വട്ടം പറയാൻ നമുക്ക് സമയമല്ല. പിന്നെ അല്ലാഹു അക്ബർ പറയാൻ നമുക്ക് സമയമല്ല. ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു സമയമാണ് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. നമ്മളുടെ പല പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണെന്നറിയോ? പ്രാർത്ഥനയുടെ കുറവാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ റബ്ബ് എന്ത് ചെയ്യൂല? പരിഗണിക്കൂല. നമ്മുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ റബ്ബ് നമ്മളെ പരിഗണിക്കുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക എപ്പോ? ശക്തമായൊരു പരീക്ഷണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു രോഗം വരണം, അല്ലെങ്കിൽ ഒരു പ്രയാസം വരണം. അപ്പം ഉണ്ടോ കുറേ മെസ്സേജുകൾ ഉണ്ടാവും, ഉസ്താദെ ഒന്ന് പ്രാർത്ഥിക്കണേ, പ്രയാസത്തിനാണ്, ഉസ്താദെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഇഷ്ടം പോലെ. പ്രയാസം വരുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസി എന്ത് ചെയ്യണം? റബ്ബിനോട് ശുക്ർ കാണിക്കണം എന്നാ. പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണെന്നാ റസൂലുള്ള പറഞ്ഞ്. എത്രത്തോളം അള്ളാന്റെ റസൂല് പറഞ്ഞു? പടച്ച റബ്ബ് നമുക്കൊരു ഖളാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിധി അള്ളാഹു നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിധിയെ തട്ടിമാറ്റാൻ, ആ വിധിയെ ഇല്ലാതെയാക്കാൻ നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതായത് അള്ളാന്റെ തീരുമാനത്തെ പോലും നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് റബ്ബ് എന്ത് ചെയ്യും? മാറ്റിക്കളയുന്നു. അത് ചില്ലറ നേട്ടാണോ? അതുകൊണ്ട് ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്നാണ്. സന്തോഷം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കണം, സങ്കടങ്ങൾ വരുമ്പോഴും പ്രാർത്ഥിക്കണം. പലപ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോൾ റബ്ബിനെ മറന്നു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് മഹാഭൂരിഭാഗം മനുഷ്യരും. സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാനെ മറക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല, സാമ്പത്തികമായി എല്ലാ നിലക്കും നമുക്ക് നല്ല നല്ല സൗകര്യം ഉണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകളും ഹറാമുകളും ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. ഒന്നുകിൽ സാമ്പത്തിക രംഗത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെയാവരുത് എന്നാ. വിശ്വാസിക്ക് അതിന് സാധിക്കൂല എന്നാ. വിശ്വാസിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യം എപ്പോഴും ഞാൻ ഹദീസിൽ പറയലില്ലേ?
അജബല്ലി അംറിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. റസൂലുള്ളാഹി പറയും, മുഅ്മിനിനല്ലാതെ അതിന് കഴിയില്ല എന്ന്. സന്തോഷം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കും, സങ്കടം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കും. സങ്കടം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുകയും സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹനെ മറക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. മനസ്സിലായുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ എന്ത് വരണം? അള്ളാന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ. ആ ഹിദായത്ത് കിട്ടിയത് ഭയങ്കരമായ തൗഫീഖാണ് റബ്ബിൻ്റെ. എത്ര റബ്ബിനെ സ്തുതിച്ചാലും മതി വരില്ല. ഹിദായത്ത് കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട് നമ്മളെ ചുറ്റുഭാഗത്തുനിന്ന് നോക്കി നിങ്ങൾ. മനസ്സിലായുണ്ടോ? ഷിർക്കിലും ഖുറാഫത്തിലും അന്ധവിശ്വാസത്തിലും ജീവിതം കഴിച്ചു കൂട്ടുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ ചുറ്റുഭാഗത്തുണ്ട്. റബ്ബ് ഹിദായത്ത് കൊടുക്കണം തൗഹീദ് ഉൾക്കൊള്ളണമെങ്കിൽ. തൗഹീദ് ഉൾക്കൊണ്ടാൽ ആ ജീവിതം, അവൻ്റെ ജീവിതം, അവന് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും? ആ ശിക്ഷ കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് കിടക്കാം, തൗഹീദ് ഉണ്ടെങ്കിൽ. അല്ലാത്തവനൊരു പ്രതീക്ഷയില്ല. ജീവിതത്തിലെ എന്ത് പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും റബ്ബിനെ ഓർത്ത് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ അവൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരുപക്ഷെ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, തൗബ ചെയ്യാതെ തന്നെ പുറത്തു കൊടുത്തേക്കാം. ഇല്ലെങ്കിലോ ആ തെറ്റുകൾക്ക് എന്താണോ റബ്ബ് നിശ്ചയിച്ച ശിക്ഷ അതവൻ അനുഭവിക്കേണ്ടി വരും. അത് ചിലപ്പോൾ എന്തായിരിക്കും? നരകത്തിലായിരിക്കും. അവൻ അനുഭവിച്ചാൽ അത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം? അവിടുന്ന് ഒരു മോചനമുണ്ട്. അതാണ് മൻകാല ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫദഖലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് എന്ത്? ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. കാരണം തൗഹീദ് ഉൾക്കൊണ്ടിട്ടാ മരിച്ചതെങ്കിൽ എന്ത് ചെയ്തു? സ്വർഗത്ത് പ്രവേശിച്ചു എന്നാ. മറ്റൊരായത്തിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യും? പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം. അതൊരു പ്രതീക്ഷയാണ്, ഉറപ്പില്ലട്ടോ. മയ്യഷ എന്നാ പറഞ്ഞ്, ഇവിടെ മയ്യുരീദ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ മയ്യഷ എന്നാ പറഞ്ഞത്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ അങ്ങനെ തന്നെ, അവൻ ഉദ്ദേശിക്കുന്നവന് അള്ളാഹു ഹിദായത്ത് നൽകുന്നു. അത് കിട്ടണമെങ്കിൽ തൗഫീക്ക് വേണം. അപ്പം ആ ഹിദായത്ത് കിട്ടിയോലല്ലേ നമ്മളൊക്കെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന ഓരോ തോന്നിയാസങ്ങളും തമ്മാടിത്തരങ്ങൾക്കും കയ്യും കണക്കില്ല. നിങ്ങളല്ലട്ടോ, നമ്മൾ തന്നെ പൊതുവായിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഉദ്ദേശിച്ചിട്ട് പറയാം. ഹിദായത്ത് കിട്ടിയിട്ട് പോലും റബ്ബിനെ മറന്ന് പ്രവർത്തിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് നമ്മളെ ചുറ്റുഭാഗത്ത്. അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗമുണ്ട് എന്നും സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലാണെന്നും ആ പദവി അള്ളാഹു ഒരടിമക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചോദിക്കണമെന്ന് നമ്മളോട് അള്ളാന്റെ റസൂല് വസിയ്യത്ത് നൽകുകയും ചെയ്തിട്ട് ആ റസൂലുള്ളാഹിക്ക് പോലും ജീവിതത്തിൽ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നടത്തിയിരുന്ന പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് ഹിദായത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചത്. ഒരു സെക്കൻഡ് മദീന. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയം മാറ്റിമറിക്കുന്ന നാഥാ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേൽ നീ ഉറപ്പിച്ചു നിർത്തണേ. ആരാ പ്രാർത്ഥിക്കണേ? സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവേശിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം അല്ലേ? നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം എന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നത് അത് ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലാണ്, ഗഫലത്തിലാണ്. എന്താണ് ആ ഗഫലത്ത്?
എന്താ ഗഫലത്ത്? മടി. അതെന്തുകൊണ്ടാ? നമ്മൾ ഒരുപാട് അശ്രദ്ധയിലാണ്. എത്രയോ പുണ്യങ്ങൾ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? മനഃപൂർവം ഇല്ലാതെയാക്കുന്നു. ഒന്നും വേണ്ട, ചെറിയ നിയ്യത്തുകൾ ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ കൂലി ഇഷ്ടം പോലെയാണ്. പക്ഷെ നമ്മളതൊക്കെ ശൈത്താൻ എന്ത് ചെയ്യുന്നു? മറപ്പിക്കാണ്. കാരണം നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ടല്ല അധ്വാനിക്കുന്നത്, ദുനിയാവിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പണിയെടുക്കുന്നത്. ആഖിറത്തിന് വേണ്ടിയിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? അത് മറക്കൂല. ദുനിയാവിന് വേണ്ടിയാവുമ്പോൾ ആഖിറത്ത് മറക്കും. അതുകൊണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച്, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയണം. പക്ഷെ നമ്മൾക്ക് ആഖിറത്ത് മറന്ന് ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പലതും ശൈത്താൻ നമ്മളെ കൊണ്ട് മറപ്പിക്കും. നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹു നമുക്ക് ഖലാ ആക്കിയതെന്തെയും ഇല്ലാതെയാകും. പടച്ച റബ്ബ് വിധിച്ചതുപോലും ഇല്ലാതെയാകും, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥനകൾ ഉണ്ടാവണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാർത്ഥന്മാരായി മാറാനും പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയുന്നത് പോലെ തന്നെയും തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത് ആരായിരിക്കും? മലക്കുകളായിരിക്കുന്ന. എന്നിട്ട് ആ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ ഏറ്റവും ഉത്തമം ഏതാ? സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ, അതിൻ്റെ കൂടെ തന്നെ തൻ്റെ സഹോദരനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ എനിക്ക് കുറച്ച് സമ്പത്തൊക്കെ കൂടുതൽ കിട്ടണേ, ഓൻ്റെ സമ്പത്ത് മുഴുവല്ലാതെ ആവണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ? അപ്പം മലക്ക് ആമീൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? പടച്ചോനെ ഓൻ്റെ കൂടി ഇല്ലാതെയാക്കി അറിയും. കണ്ടാ? നിങ്ങൾ ആലോചിച്ച് നോക്കി, സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഒരാളെ തകർക്കാനോ തകർച്ചയോ സ്വപ്നം കണ്ടുകൊണ്ട് എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഹിദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണോ? നമുക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. റബ്ബ് നമുക്കൊക്കെ ഹിദായത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അത് നിർബന്ധ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മുസ്ലിങ്ങളാണ് അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആൾക്കാർ സെക്കൻഡുകൾ കൊണ്ട് ദീനന്നെ വിട്ടു പോകുന്ന ആൾക്കാരില്ലേ? 5, 6, 7 വർഷം അറബിക് കോളേജുകളിൽ പഠിച്ച, ദീന് പ്രബോധനം ചെയ്തിരുന്ന, നന്നായി ഖുർആൻ ക്ലാസ്സൊക്കെ എടുത്തിരുന്ന എത്ര ആൾക്കാരാ പയച്ചു പോയത്? ഹിദായത്ത് പടച്ച റബ്ബ് തരണം. ഹിദായത്ത് പടച്ച റബ്ബ് നിലനിർത്തും വേണം. അതുകൊണ്ടാണ് നബി തങ്ങൾ അത് പ്രാർത്ഥിച്ച്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ നിന്റെ ദീനിന്റെ മേല് എൻ്റെ കൽബിനെ നീ ഉറപ്പിച്ച് നിർത്തണേ. ഹൃദയം മാറ്റി മറിക്കുന്ന നാഥാന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ സദാസമയവും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കാരണം ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളയാണ്, നിലനിർത്തുന്നവനും അള്ളയാണ്. നിലനിർത്തണം. ഏതുവരെ? മരണം വരെ നിലനിർത്തണം. ചില ആളുകൾക്കൊക്കെ ഹിദായത്ത് കിട്ടാൻ ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങളാണ് ഉണ്ടാവുക. അതിന് നമ്മളൊക്കെ നിമിത്തമായാൽ നമുക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? ചിലപ്പോൾ ഈ ഖുർആൻ ക്ലാസ് കൊണ്ട് കിട്ടും, ചിലപ്പോൾ വിജ്ഞാനവേദി നടത്തുന്നതുകൊണ്ട് കിട്ടും, ചിലപ്പോൾ അതിലേക്ക് ആളെ വിളിച്ചാൽ മതി, ഫോണിൽ വിളിച്ചാൽ മതി, ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ഒരാൾ മുഖേന ഹിദായത്തിലാക്കിയാൽ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഈ ദുനിയാവിൽ എന്ത് കിട്ടുന്നതിനേക്കാളും ഖൈർ അതാണെന്ന്. ഈ ദുനിയാവിൽ എന്തുണ്ടോ അതിലെന്ത് കിട്ടുന്നതിനേക്കാളും ഉത്തമം ഏതാണ്?
നമ്മൾ മുഖേന ഒരാൾ ഹിദായത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിദായത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പടച്ചോൻ ഉദ്ദേശിക്കണം. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, ഹിദായത്ത് കിട്ടൂല. കിട്ടാനുള്ള മാർഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം, വിശദീകരിക്കാം. പക്ഷേ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീക്ക് ഉണ്ടാവണം. അപ്പം അത് കിട്ടിയവരോ റബ്ബിനെ എത്ര സ്തുതിക്കണം. ഹിദായത്ത് കിട്ടിയവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് ഹിദായത്ത് കിട്ടുക. അവരുടെ അടയാളാണ് നേരത്തെ പറഞ്ഞത്. അവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്. അവർക്ക് അള്ളാഹിൻ്റെ വേദഗ്രന്ഥത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. മനസ്സിലാണ്ടോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, സിദ്ദീഖ് എന്നുള്ള ബഹുമതി കിട്ടിയില്ലേ? എന്തുകൊണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാതെ വിശ്വസിച്ചതിൻ്റെ പേരിലാണ്. ഖുറൈശികൾ മുഴുവൻ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് പറയുന്നുണ്ട് ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ നിന്ന് ഏഴാനാകാശത്ത് പോയി, അവിടുന്ന് പിന്നെയും തിരിച്ച് മക്കയിലേക്ക് വന്നു എന്ന് പറയുന്ന ആ മുഹമ്മദിൽ അബൂബക്കറെ നീ വിശ്വസിക്കുന്നുണ്ടോന്ന് വലിയ കാര്യത്തിൽ പോയി ചോദിച്ചതാ. അബൂബക്കർ ചോദിച്ചു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു ചോദിച്ചു. ആ അങ്ങനത്തെ അന്തരില്ലാത്ത വർത്താനാ പറയുന്നത്. എന്നാ സമീന വാത്തന, ഞാൻ കേട്ടിരിക്കുന്നു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു, ഒരു സംശയവുമില്ല. രണ്ടാമതൊരു ചിന്ത പോലും ഉണ്ടായില്ല, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു എന്നാ. അതുകൊണ്ട് സിദ്ദീഖ് എന്നുള്ള പേര് അബൂബക്കർ റളിയല്ലാഹുവിന് കിട്ടിയതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലാണ്ടോ? അപ്പം എന്ത് ചെയ്യുക? ഹിദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഹിദായത്തിന് വേണ്ടിയിട്ടല്ല, ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയ ഹിദായത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതൊക്കെ ഒരു പ്രാർത്ഥനയാണ്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അള്ളാഹ് ഒന്നും കൂടി പറയണം, ഒന്നും കൂടി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിൽ. ഇത് കേട്ടോളൂ. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ഒന്നും കൂടെ കേട്ടോ. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ജീവിത നിയമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതേ ഉള്ളൂ, അല്ലാത്ത ഒന്നുമില്ല. ഖിയാമ എന്നുള്ള അടുത്തൊരു ജീമുണ്ട്. അതെന്തിനുള്ള? ജായിസ്, വേണമെങ്കിൽ നിർത്താം, നിർത്താതെയും ഓതാം. നമുക്ക് നിശ്ചയമായിട്ടും ഈമാൻ, അതായത് സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർ, ജൂതന്മാരായുള്ളവർ, സാബീക്കൾ, നസ്രാനികൾ, മജൂസികൾ, ഷിർക്ക് സ്വീകരിച്ചവർ, ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവർ എന്നിവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നതാകുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. അപ്പം എന്താ പറഞ്ഞേ? ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു കൂട്ടര്, അവരാരാ? ആമനു, സത്യവിശ്വാസികളാണ്, സത്യവിശ്വാസം സ്വീകരിച്ചവരാണ് ഒരു വിഭാഗം. രണ്ട്, വല്ലദീന ഹാദു, ആരാ? ജൂതന്മാരാണ്. ഹിദായത്ത് കിട്ടിയല്ലോ കേട്ടോ, ജൂതന്മാരാണ് രണ്ടാമത്തെ വിഭാഗം. വസ്വാബിഈൻ, മൂന്നാമതാരാ? സ്വാബിഈങ്ങൾ. വന്നസാറ, നസ്രാനികൾ.
വൽ മജൂസ മജൂസികൾ അഗ്നി ആരാധകര്, വല്ലദീന അശ്റകൂ ശിർക്ക് ചെയ്തവര് ബഹുദൈവ ആരാധകര്. എത്ര ആൾക്കാരെ കുറിച്ച് പറഞ്ഞു? 6 ആളുകൾ. സത്യവിശ്വാസം സ്വീകരിച്ചവർ, പിന്നെ ജൂതന്മാര്, നസ്രാനികൾ, മജൂസികൾ, സ്വാബിഈങ്ങൾ, പിന്നെ മുശ്രിക്കീങ്ങൾ. 6 വിഭാഗം ആളുകൾ. ലോകത്ത് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന 6 മതവർഗങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്തത്? ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. 6 വിഭാഗം ആളുകൾ. എന്നിട്ടെന്താ അള്ളാഹ് പറഞ്ഞേ? അത് കൂടി നോക്ക്. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അള്ളാഹു യഫ്സിലു തീർപ്പ് കൽപ്പിക്കുന്നവനാകുന്നു, ബൈനഹും അവർക്കിടയിൽ. ആർക്കിടയിൽ? ഈ 6 വിഭാഗം ആളുകൾക്കിടയിലും അള്ളാഹു എന്ത് ചെയ്യും? തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. എപ്പോ? യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എല്ലാ കാര്യത്തിനും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. എല്ലാ കാര്യത്തിനും അള്ളാഹു സാക്ഷിയാണ്. ഖിയാമത്ത് നാൾ അള്ളാഹു ഈ 6 ഏതാ ശരിയെന്നുള്ളത് തീരുമാനിക്കുന്ന അർത്ഥം. മനസ്സിലാണ്ടോ? 6 മതവിഭാഗങ്ങൾ. ഒന്ന്, ഈമാൻ സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ, അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റി മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകൾ. ഇല്ലേ? ആരാ മുഅ്മിനീങ്ങൾ? ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാ മുഅ്മിനീങ്ങൾ എന്ന്. സൂറത്തു അൻഫാലിൽ 2-ാമത്തെ ആയത്തതാ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജ്ലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا. ഇത്ര ക്ലിയറാ. ഇവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്നാ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടയാളങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. ഏതടയാളം? ഖുർആൻ ഇന്നമ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ടല്ലോ, അത് ഓലും മാത്രമാണ് എന്നുള്ളതിന് തെളിയിക്കുന്ന അറബിയിലെ പദപ്രയോഗമാണ് ഇന്നമ. ഓല് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ പറയുന്ന കാര്യം ഓല് മാത്രമേ ഉള്ളൂ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജ്ലത് ഖുലൂബുഹും. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? വിറകൊള്ളും, പേടിക്കും. നമുക്ക് ഉണ്ടാലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ഇദാ ദുക്കിറല്ലാഹു വജ്ലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അള്ളാന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകളുടെ ഈമാൻ അധികരിക്കുന്നതാണ്. ഈമാൻ അധികരിക്കും. നമുക്ക് ആയത്ത് കേട്ട ഈമാൻ കുറയും, അല്ലേ? നിങ്ങൾക്കല്ല കേട്ടോ, പൊതുവെ അങ്ങനെ. എത്ര ആൾക്കാരാ ഖുതുബയിൽ കേൾക്കണേ പലിശ വാങ്ങരുതെന്ന്, കൊടുക്കരുത്, തിന്നരുത്, തീറ്റിപ്പിക്കരുത് എന്നൊക്കെ. എത്ര ഗൗരവത്തിലാണ് അത് പറയണേ. എന്നിട്ടും നമ്മൾ ആൾക്കാർ, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഫോൺ എടുക്കണേ, വാഹനം എടുക്കണേ, വീട് കയറ്റണേ, കല്യാണം കഴിപ്പിച്ച് വിടണേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ പലിശയായിരുന്നു, ഇല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈമാൻ അധികരിക്കുന്നതാണ്. അള്ളാന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാൻ അധികരിക്കും. പടച്ചോന്റെ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളാണോ ഓൽക്ക് ഈമാൻ കൂടുന്ന? നമ്മളിങ്ങനെ കേൾക്കുന്നിട്ട് ഇതിൽ കൂടെ അങ്ങനെ വിടും, അല്ലേ? കഅല്ലം യസ്മഅഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറാൻ. ചില ആൾക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിലെ. ഓലെ ചെവിക്കെന്തോ അടപ്പ് മൂടി വെച്ചതുപോലെ അവരെന്ത് ചെയ്യും? വല്ല മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ. അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നു. അതൊക്കെ നമ്മൾ എത്ര കേട്ടതാ, അല്ലേ? അതൊക്കെ എത്ര ക്ലാസ് നിന്ന് എത്ര ആൾക്കാർ പറഞ്ഞ എന്ന് പറയും. ചില ആൾക്കാരെ കിബറുകൊണ്ട് ക്ലാസ്സിന് വരെ വന്നിരിക്കാത്തോലുണ്ട്. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്.
ഈമാനുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? ഓന്റെ ഈമാന് സാദത്തുഹും ഈമാനാണ് ഖുർആൻ പറഞ്ഞ്. ഈമാൻ അധികരിക്കും. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓല് മാത്രം മുഅ്മിനീങ്ങൾ എന്നാ. അല്ലാത്തവരൊക്കെ പേരെഴുതി ഒട്ടിക്കേണ്ടി വരും, ഞാനും മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യവും റബ്ബിൽ തവക്കുലേൽപ്പിക്കുന്നവരാണെന്ന്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ. എല്ലാ കാര്യവും ഒന്നായിട്ടല്ല, എല്ലാം റബ്ബിലാണ് അവർ തവക്കുലേൽപ്പിക്കുക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലും. ഇറങ്ങുന്ന അള്ളാഹിൽ തവക്കുലേൽപ്പിച്ചിട്ടായിരിക്കും. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് പിന്നെ റബ്ബിൽ തവക്കുലേൽപ്പിക്കും. അത് ഈമാന്റെ അടയാളാ. മുഅ്മിനീങ്ങൾക്ക് അതിന് സാധിക്കുള്ളൂ എന്ന് റസൂലുള്ള ഹിജ്റ പോകുമ്പോൾ കണ്ടില്ല നിങ്ങൾ? വെറുതെ പോയേക്കല്ലോ. പോണതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നബി ചെയ്തു? ഒരുപാട് പ്ലാനിങ്ങുകളും തീരുമാനങ്ങളും ശക്തമായ കൂടിയാലോചനകളും ഒക്കെ റസൂലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ഹിജ്റക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ സഹായം ഉണ്ടായത്. ശത്രുക്കള് പ്രവാചകനെ കണ്ടിട്ടില്ലെങ്കിലും പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ശത്രുക്കളെ തങ്ങളുടെ കൺമുന്നിൽ കണ്ട് അള്ളാന്റെ സഹായം ഉണ്ടായി. അത് ചില്ലറയല്ല ആ സഹായം എന്ന് പറയുന്നത്. അതാണ് റബ്ബിൽ തവക്കുലേൽപ്പിക്കുക. ഇബ്രാഹിം നബി ഉണ്ടല്ലോ, നിങ്ങൾ ആരും ഉണ്ടായിട്ടില്ലല്ലോ. ഒരേ ഒരു വ്യക്തി, നാടും കുടുംബവും സമൂഹവും എല്ലാവരും എതിരായിട്ട് പോലും എനിക്കെൻ്റെ റബ്ബ് മതി, തവക്കൽതു അലല്ലാ ഹസ്ബി അല്ലാ. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. മൂസാ നബി പറഞ്ഞില്ലേ, എവിടുന്ന്? ഫിറൗനിന്റെ പട്ടാളക്കാർ തൊട്ടു പിന്നിലും മുന്നിൽ ചെങ്കടലും. എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുന്ന. ഓരോന്നും എടുത്തു നോക്കുങ്ങൾ. ആ തവക്കുലാണ് നമുക്കുണ്ടാവേണ്ടത്. ആ തവക്കുൽ ആർക്കേ ഉണ്ടാകുള്ളൂ? മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അതാ പറഞ്ഞ്. പിന്നോല് നിസ്കരിക്കുന്നവരായിരിക്കും, അള്ള കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരായിരിക്കും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഒറിജിനൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവരും മാത്രമാണ്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണത്. ഒറിജിനൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ മാത്രമാകുന്നു എന്നാ, അല്ലാത്തോലൊന്നും മുഅ്മിനീങ്ങളല്ല എന്നർത്ഥം. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞത്, ഞാൻ വെറുതെ പറയുന്നല്ല. ഉലൈക ഇക്കൂട്ടരാകുന്നു, ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാൻ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഇവർ മാത്രമേ ഉള്ളൂ എന്നാ. ആ ഗുണം 5 നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായുണ്ടോ? പടച്ച റബ്ബ് അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ലോകത്ത് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന 6 മതങ്ങളുണ്ട്, 6 മതവർഗങ്ങൾ. അതാണ് ഇവിടെ ഖുർആനിൽ എണ്ണി പറഞ്ഞു. ഒന്ന്, ഈമാൻ സ്വീകരിച്ചവര്, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവര്. രണ്ടാമത്തേതെന്താ? ജൂതന്മാര്, അതായത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മതം അവലംബിക്കുന്ന ആ ആളുകളുടെ പേരിൽ അറിയുന്നവരാണ് ആര്? ജൂതന്മാര്. പിന്നാരാ? നസ്രാനികൾ. മൂന്നാമത്തെ ക്രിസ്ത്യാനികളാണ് അവര്. മറ്റൊന്ന് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ദേവന്മാരാക്കി ആരാധിക്കുന്നവരാണ് സ്വാബികൾ എന്ന് പറഞ്ഞാൽ. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവങ്ങളായി അല്ലെങ്കിൽ ദേവികളായി കാണുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്നവർ. മനസ്സിലായുണ്ടോ? അവരാണ് സ്വാബികൾ എന്ന് പറഞ്ഞാൽ. പിന്നെ അഗ്നി ആരാധകരാണ് ആര്? വൽ മജൂസ് എന്ന് പറഞ്ഞില്ലേ, മജൂസികൾ. അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുക, അതിന് പൂജിക്കുക, അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരാണ് ആര്? ഷിർക്ക് ചെയ്ത ബഹുദൈവാരാധകർ എന്ന് പറയുന്നത്. ഇങ്ങനെ 6 കക്ഷികളെയാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ എന്ത് ചെയ്യുന്നത്? എടുത്തു പറഞ്ഞത്. ആരൊക്കെയാണ്? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്വാബിഈന വന്നസാറ വൽമജൂസ
വല്ലദീന അശ്റകൂ. കണ്ടോ, ഈ 6 കൂട്ടം ആളുകൾ, ഇന്നല്ലാഹ് തീർച്ചയായിട്ടും അല്ലാഹു യഫ്സിലു തീർപ്പ് കൽപ്പിക്കും, ബൈനഹും അവർക്കിടയിൽ. ഈ 6 കൂട്ടർക്കിടയിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കും. എപ്പോ? യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. അല്ലാഹ് പറയും, വിധി പറയും ആരതാ ശരി എന്നുള്ളത്. നമുക്ക് സംശയമുണ്ടോ? ഇല്ല. മജൂസികൾ പറയും ഓൽതാണ് ശരിയെന്ന്, ബഹുദൈവാരാധകർ പറയുന്നുണ്ട് ഓൽതാണ് ശരിയെന്ന്. അബൂജാലും അബൂലഹബൊക്കെ പറഞ്ഞു തന്നെയല്ലേനോ? അതേപോലെ തന്നെ അഗ്നി ആരാധകർ പറയുന്നുണ്ട് അവരതാണ് ശരിയെന്ന്, സ്വാബീങ്ങൾ പറയുന്നുണ്ട് അവരാണ് ശരിയെന്ന്, പിന്നെ ജൂതന്മാർ പറയുന്നുണ്ട് അവരതാണ് ശരിയെന്ന്. പക്ഷെ തീർപ്പ് കൽപ്പിക്കും അള്ളാഹു എവിടെ വെച്ചിട്ട്? ഖുർആൻ സ്വീകരിച്ചവർക്ക്, ഹിദായത്ത് കിട്ടിയവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല ഏതാ ശരിയെന്നുള്ളത്. മനസ്സിലാണ്ടോ? അതാണ് അള്ളാഹു ഈ ആയത്തിലൂടെ എന്ത് ചെയ്യുന്നത്? വിശദീകരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ സത്യവിശ്വാസം സ്വീകരിച്ച ഒന്നാമത്തെ കക്ഷി ഒഴിച്ച് ബാക്കിയെല്ലാം ചെകുത്താന്റെ കക്ഷികളാകുന്നു എന്നും, ഓരോ കക്ഷിയുടെയും അതിലെ അവാന്തര വിഭാഗങ്ങളുടെയും എല്ലാ സ്ഥിതിഗതികളും അള്ളാഹു കണ്ടറിഞ്ഞും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും, ഒരു കക്ഷിയെയും അതിലെ വ്യക്തികളെയും ഖിയാമത്ത് നാളിൽ അവൻ വിചാരണ ചെയ്ത് തീർപ്പാക്കാത്ത, അതായത് തീർപ്പ് കൽപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഈ ആയത്തിലൂടെ വ്യക്താക്കുന്നത്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കൺമുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റും. പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെ തോന്നുക ഓരോന്നും കൺമുന്നിലും കാണുമ്പോഴാണ് നമുക്ക് പലതും തോന്നുക. അതുകൊണ്ടല്ലേ ഖുർആനിൽ പറഞ്ഞേ എന്ത്? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ല്ലേ? എന്താ പറഞ്ഞേ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എപ്പോ പറയണ? മലക്കുൽ മൗത്തിനെ കൺമുന്നിൽ കാണുമ്പോൾ പറഞ്ഞു പോകും മനുഷ്യൻ, എന്ത്? പടച്ചോനെ, ഒരു നിശ്ചിത അവധി വരേക്കും എന്നെ ഒന്ന് നീട്ടി തന്നിരുന്നുവെങ്കിൽ, ഒരു നിശ്ചിത അവധി വരേക്കും എന്നെ ഒന്ന് നീട്ടി തന്നിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യാതെ പോയ ഒരുപാട് കർമ്മങ്ങളുണ്ട് അല്ലാ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫഅസ്സദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം. ചെയ്യാതെ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാ റബ്ബേ എന്ന് പറയുമെന്നാണ്. പക്ഷേ ഒരു സെക്കൻഡ് പോലും അള്ളാഹു എന്ത് ചെയ്യൂല? നീട്ടിത്തരൂല. അതുകൊണ്ട് കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക? പല ആളുകൾക്കും ബോധ്യപ്പെടുക. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് നമ്മളുടെ ബാധ്യത. ഇതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പടച്ച റബ്ബിൻ്റെ ഹിദായത്ത് കിട്ടിയ, ആ ഹിദായത്ത് നിലനിർത്തുന്ന, ഖിയാമത്ത് നാൾ വരെ, മരണം വരെ ആ ഹിദായത്തിലൂടെ ജീവിച്ച് മറ്റുള്ളവർക്ക് ഹിദായത്ത് പകർന്നു കൊടുക്കാൻ കാരണക്കാരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തി രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്ന ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.